വഴി കാണിക്കും. പക്ഷെ അവിടേക്ക് 10 മിനിറ്റ് റൂട്ട് കാണിക്കുന്നില്ല. നടന്നു പോവുക എന്നുള്ളതാണ് ഗൂഗിൾ പറയുന്നത്. പക്ഷെ നമുക്ക് നടന്നു പോകാതെ ഇവിടേക്ക് എത്താനുള്ള വഴിയുണ്ട്. കോട്ടപ്പാറ മലനട, കോട്ടപ്പാറ ടെമ്പിൾ. കോട്ടപ്പാറ മലനടയാണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മൾ ടെമ്പിളിലേക്കാണ് പോകുന്നല്ലേ. വിജനമാണ് ഏരിയ, വിജനമാണ്, വളരെ വിജനമാണ് ഏരിയ അല്ലേ. യഥാർത്ഥത്തില് അവിടെ എന്ത് ഏതുണ്ടെന്ന് അറിയാം. അവിടെ ഇത് പറ്റില്ല. അവരെ ഇതിപ്പോ അവിടെ കുറച്ച് വീടുകളുണ്ട്, അവിടേക്കുള്ള വഴിയാണിത്. പക്ഷെ കോട്ടപ്പാറ ടെമ്പിള്, കോട്ടമല ടെമ്പിൾ അല്ലേ, കോട്ടപ്പാറ. ഈ കോട്ടമല ഇവിടങ്ങളിലുള്ള കോട്ടപ്പാറ, കോട്ടമല, ഒരുപാട് കോട്ടക്കുന്ന് ഇങ്ങനെയുള്ള ടെമ്പിളുകൾ. അതായത് ഒരു പ്രദേശത്തെ മൊത്തത്തിൽ ഒരു കോട്ട പോലെ കാത്തു നിൽക്കുന്നതിനെ ആവാം ഒരുപക്ഷെ കോട്ടക്കുന്ന്, കോട്ടപ്പാറ എന്നൊക്കെ പറയാം. നമുക്ക് ചോദിക്കാം. ഇനിയിപ്പോൾ ഇതിലേ കയറി പോകുന്ന വഴി കൃത്യം അല്ലെങ്കിൽ പോയി കഴിഞ്ഞാലേ പണി കിട്ടും. അതുകൊണ്ട് ചോദിച്ചു തന്നെ പോകുന്നതായിരിക്കും നല്ലത്. കാരണം ഏതായാലും അവിടെ ടെമ്പിൾ ആയതുകൊണ്ട്, ആൾക്കാരൊക്കെ വരുന്ന സ്ഥലമായതുകൊണ്ട് ഇച്ചിരൂടെ തെളിഞ്ഞ വഴി കാണുമെന്ന് എൻ്റെ വിശ്വാസം അല്ലേ. അവരെ ഇവിടെ വെച്ച് കാണാമെന്നാണ് പറയുന്നത്. കാണുന്നില്ലല്ലേ. ഞാൻ പോകുന്നു. അവസാനം കണ്ടുപിടിച്ച്. എവിടാ സംഭവം? എവിടാ? ആണോ? മലനട അതല്ലേ? മലനട അവിടെ ഉണ്ടായിരുന്നു. ആ വഴി നമ്മൾ ഇങ്ങോട്ട് കോൺക്രീറ്റ് റോഡ് ഇങ്ങോട്ട് കയറിയില്ലേ? നമ്മൾ വന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുമോ? മറ്റേ റോഡിൽ ചെന്നോ? വടശ്ശേരിക്കര റോഡിൽ ചെന്നോ? ഇല്ല. ഇനി വടശ്ശേരിക്കര റോഡിലോട്ട് പോകുന്ന ഏതില്ലേ? താഴോട്ട്. മെയിൻ റോഡ്. ഓക്കെ. കൂനങ്കര. അതെ. എന്നാ പോട്ടെ, പോട്ട് വരട്ടെ. ശരി. വളരെ കൃത്യമായിട്ട് പറഞ്ഞാണ്. ആക്ച്വലി ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. പക്ഷെ ഗേറ്റ് നിലവിൽ ഇപ്പോൾ തുറന്നു കിടക്കുകയാണ്. ഇതെങ്ങനെ അടയ്ക്കുന്നുണ്ടോ എന്നാണ് നമുക്കറിയില്ല. എന്നാലും ഈ വഴി ഇങ്ങനെ താമസം അല്ലേ. പക്ഷേ മുഷ്കിലാണെങ്കിൽ നമുക്ക് നടന്നു പോകാം. പോട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസത്തെ മഴയാ. ഞാൻ പോട്ടെ. അല്ല അത് വരാം. പോയിട്ടുണ്ട്. വെള്ളം ഒഴുകി കിടക്കുന്നുണ്ടോ?
വണ്ടി വരുമോ? വണ്ടി വരുമോ? നടന്നെങ്കിൽ മാത്രമേ വണ്ടി വളണം കാണത്തുള്ളൂ. ഗൂഗിളിലൊന്ന് തപ്പി നോക്കി സുമതി വളവ് അല്ല സുശീല വളവ് എന്നൊരു വളവ് ഗൂഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം ആണ് നമ്മളിപ്പോൾ പോകുന്നത്. സുശീല വളവിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതാണ്ട് 10-50 വർഷം മുമ്പ് സുശീല എന്ന 10ാം ക്ലാസ്സുകാരി അല്ലേ ആത്മഹത്യ ചെയ്ത സ്ഥലത്തിനെയാണ് സുശീല വളവ്. ഇത് എന്താണ്, എങ്ങനെയാണ് ഇവിടെ അങ്ങനെ ഒരു ഗൂഗിളിലൊരു മാർക്ക് ചെയ്യത്തക്ക രീതിയിൽ എന്താണ് സംഭവം നമുക്കറിയില്ല. എന്തായാലും ഗൂഗിളിൽ അങ്ങനൊരു സുശീല വളവെന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന ആ വളവിലാണ്. ആ വളവാണ് ഈ ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് അത് അങ്ങോട്ട് കയറുന്നതിനാണ് സുശീല വളവ് എന്ന് പറയുന്നത്. സുശീല വളവിലെ കാഴ്ചകൾ നമുക്ക് കാണാം. സുശീല വളവിൽ എന്തെങ്കിലും മാന്ത്രികത ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ സമയമുണ്ട്. ഉണ്ടോ ഒരാഴ്ച? നിലവിലില്ല. അതുകൊണ്ട് അവിടെ ഒരു മല ഉണ്ട്. അവിടെ ഒരു മല വഴി അതല്ല, അവിടെ നോക്ക്, അങ്ങോട്ട് നോക്ക്. എല്ലാം നമ്മൾ ക്യാച്ച് ചെയ്യുന്നതായിരിക്കും. നേരെ ഇവിടെ മഴ കൂടെ പെയ്ത പണിയാവും. വേറെ കാര്യമുണ്ട്. ഇന്നലെ പുലിയൊക്കെ കണ്ടെന്ന് പറയുമ്പോഴേ അത്യാവശ്യം ഡേഞ്ചർ ശരിയല്ലേ? കടുവ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവമാണ് അല്ലേ? അത് കൂളായിട്ട് വന്നു വരായിരുന്നു. എന്നിട്ട് ആ പെണ്ണുങ്ങൾ നമ്മളോട് പറഞ്ഞുമില്ല. ആ പെണ്ണുങ്ങൾ നമ്മളോട് പറഞ്ഞുമില്ല അല്ലേ? തിന്നട്ടോ പുലി അങ്ങ് ഇവന്മാരെ എന്ന് വിചാരിച്ചു വേണം. എന്നാലും ചേച്ചിമാർ ഞങ്ങളോട് കതി അല്ലേ? പക്ഷെ പറഞ്ഞിരുന്ന ഒരു പക്ഷെ നമ്മൾ ഇത്രയും അലയത്തില്ല, തിരിച്ചു പോയത്. മല അല്ല കാണാൻ പറ്റത്തില്ല, പോവില്ല. അതൊരു വല്ലാത്ത ഏരിയ അല്ല സാധനത്തിന്. അതായത് അത് സുശീല വളവ്. ഈ സുശീല വളവിലാണ് അന്ന് സംഭവം ഉണ്ടായത്. 50 വർഷം മുമ്പാണ് 3 പ്രാവശ്യം റബ്ബർ വെട്ടി വെച്ചെന്ന് പറഞ്ഞു അല്ലേ? ഇത് ഞാൻ കുറേ നാളായിട്ട് ഈ പേര് കാണുന്നുണ്ടെന്ന് ഗൂഗിളിൽ. ഈ ലാഹ ഭാഗത്ത് സെർച്ച് ചെയ്യുമ്പോഴേ, പെരുന്നാട് ഭാഗം സെർച്ച് ചെയ്യുമ്പോൾ കാണുന്ന സ്ഥലം കാണുന്ന താഴെ. അപ്പോഴെല്ലാം ഞാൻ ചിന്തിക്കും ഇതെന്താ ഇടപാട്. മറ്റേ നമ്മുടെ നമ്മൾ ഇച്ചിരി ലേറ്റായി. 6 മണിയായി. എന്തായാലും അഡ്വഞ്ചറായിട്ടുള്ളൊരു വീഡിയോ. യാത്രയ്ക്കൊന്നും ഇനിയും ഇന്ന യാത്ര, ആ യാത്ര, ഈ യാത്ര എന്നൊന്നുമില്ല. ഏതാ കണ്ടിന്യൂറ്റി യാത്ര? ഏതാ? നമ്മൾ യാത്ര കണ്ടിന്യൂറ്റി. ആ യാത്ര അത് ഇവിടെ വണ്ടി ഇരിക്കുന്നിടത്ത് ഇനിയുണ്ട് ഒരു 1.5 വളവിടെ. പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ തന്നെ ധൈര്യം വരത്തില്ലേ? വരും.
പിന്നെ നെഞ്ചും വിരിച്ചു നിന്നല്ലേ. പക്ഷെ നമ്മൾ ഈ അന്നേരം കണ്ടല്ലോ പാറ, ആ പാറയുടെ സൈഡിൽ കൂടെ മേളിട്ട് കയറിയായിരുന്നെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഇറങ്ങി ചെല്ലായിരുന്നു. ആ പാറയല്ല, പക്ഷെ അവിടെ കയറുമ്പോൾ അടുത്ത പാറ കാണുമല്ലോ. പ്രോപ്പർ വഴിയല്ല പണി. അത് ഈ പാറയുടെ സൈഡിൽ മാത്രമേ പറഞ്ഞു നോക്കാന്നുള്ളതേ ഉള്ളൂ. അല്ല, പറഞ്ഞു നോക്കാമെന്നുള്ളതേ ഉള്ളൂ. ഒന്ന് ബാർഗൻ ചെയ്ത് നോക്കും നമ്മള്. കാർക്കോല് നിർത്തിയിട്ട് തന്നെ പറയാൻ. നമ്മളെന്തായാലും ചേട്ടാ ഒരു സെക്കൻഡ് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. അന്നേരം മര്യാദയുള്ള പുലിയാണെ പറയടേ, പെട്ടെന്ന് പറയും തോലയ്ക്ക് നീ. പുലി പറയും പറഞ്ഞു തോലയ്ക്കടേ എന്നാന്ന് വെച്ചാൽ എനിക്ക് നല്ല വിഷമം. അതാ തട്ടുപാറയല്ലേ അത്? അതാണ് തട്ടുപാറയാ. ആ തട്ടുപാറയാ. ഇപ്പൊ എടുത്തല്ലേ ഇനി പിന്നെ അതിന് വേണ്ടിയിട്ട് വെറുതെ ഈ പന വഴി കൂടെ തന്നെ പോന്ന വഴിക്ക് വേറെ എന്തെങ്കിലും പുതിയോ കാല കമ്പ് കയറി. കയറാൻ പറ്റുമോ? ശരിയാ. ഇത് പിന്നെ നിരപ്പായിട്ടുള്ള സ്ഥലമായതുകൊണ്ട് വലിയ കെട്ടാന് അല്ല അവരുടെ വീട് ഇവിടെ കണ്ടു. അവിടെ താഴോട്ട് വീടുകളൊക്കെ ഉണ്ട്. വന്നാലല്ലേ സാരി ഒന്നും പറ്റത്തില്ല. ചെറിയ പാവാടയും ചെറിയൊരു വെള്ളിക്കുൽസും കാര്യങ്ങളൊക്കെ ഇട്ടായിരുന്നു. വെള്ളയാടി കിട്ടിയില്ലായിരുന്നു. അത് ഇപ്പോഴും അധ്വാനിച്ച് സ്വന്തം അധ്വാനത്തില് ഫോൺ അടിക്കില്ല പശുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോഴേ.
എവിടാന്നോ? ആ ഞങ്ങൾ അവിടോട്ട് വരാം. ആ അങ്ങോട്ട് മുന്നോട്ട് ചെല്ലുമ്പോ ഈ മുഴുവൻ ആ ഇതിനകത്തുനിന്ന് ഒരു ഗേറ്റ് പോലെ ഉണ്ട്, ഒരു പാളിയേ ഉള്ളൂ. അതിലൂടെ ഈ റോഡ് അങ്ങോട്ട് അപ്പോഴത്തേക്ക് ഞാൻ പശുക്കളെ കെട്ടിക്കണം അവിടെ വരെ വന്നു. ചിലവളവ് ഒരു ഊപ്സ് കണ്ടില്ലേ, അതിന് നേരത റോഡിനടിവശത്ത ഒരു പ്ലാറ്റ്ഫോം താഴെയായിട്ട് കൂടിയിരിക്കും. ഈ വഴി അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടുന്ന് ഒരു 100 മീറ്റർ ഇല്ല. ബൈക്ക് വരുമോ? ബൈക്കല്ല, എന്നാ പിന്നെ ആ റോഡിലോട്ട് വെച്ചിട്ട് 2 നൂല് താഴെ